ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ സൗജന്യ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുകയാണ്. അതിനിടയിൽ 3 പേർ തമ്മിൽ സംസാരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഒന്നാമൻ പറഞ്ഞു, എനിക്കും ഇതുപോലെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകണമെന്നുണ്ട്. രണ്ടാമൻ ഇങ്ങനെ ചോദിച്ചു, അതിന് നമുക്കത്ര വരുമാനമൊന്നുമില്ലല്ലോ. അപ്പോൾ മൂന്നാമൻ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, കിട്ടുന്നതാണെങ്കിൽ തുച്ഛം, അത് നമ്മുടെ ചെലവിന് പോലും തികയത്തില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ ദാനം ചെയ്യുന്നത്? ഇതെല്ലാം കേട്ടു നിന്ന ഒരാൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തുക്കളെ, മനസ്സ് വെച്ചാൽ നിങ്ങൾക്കും ഇങ്ങനെ പൊതികൾ വിതരണം ചെയ്യാം, ദാനം ചെയ്യാം. അതിന് പണം വേണമെന്നില്ല. നല്ല ഉദ്ദേശശുദ്ധി ഉണ്ടായാൽ മാത്രം മതി. നോക്കൂ, വരിയായി നീങ്ങുന്ന ഉറുമ്പുകൾക്ക് മുന്നിൽ കുറച്ച് ധാന്യപ്പൊടികൾ അല്ലെങ്കിൽ ധാന്യമണികൾ ഒന്നിട്ട് നോക്കൂ. അതവർക്ക് സദ്യയാണ്. അവർ അതിൻ്റെ ഓരോ തരികളും എടുത്തുകൊണ്ട് അവർ അവരുടെ മാളത്തിൽ നിക്ഷേപിക്കും. അതല്ലെങ്കിൽ അരിയോ ധാന്യങ്ങളോ ആണെങ്കിൽ ഒരു ആളിനെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഉറുമ്പുകൾ ചിലർ കൂട്ടമായി അതെടുത്തുകൊണ്ട് പോകുന്നു, വളരെ ഉത്സാഹത്തോടെ. അതവർക്കൊരു വലിയ സദ്യയാണ്. വേണ്ട, കുറച്ച് വെള്ളമെടുത്ത് മുറ്റത്തേക്ക് വെക്കൂ. അത് ഒരുപാട് ജീവികൾക്ക് വിരുന്നാണ്. വീടിൻ്റെ മുകളിലോ വീടിൻ്റെ മുറ്റത്തോ ഒരു പാത്രത്തിലോ അല്പം ധാന്യങ്ങൾ നിങ്ങൾ വിതറിയിടൂ. 100 കണക്കിന് പറവകൾ വന്ന് അത് കൊത്തി തിന്നുന്നത് കാണാൻ സാധിക്കും. അതവർക്ക് വലിയ ഉത്സവമാണ്. വീട്ടിൽ വളരുന്നതായ ആ പശുവിനെ ഒരു പുൽത്തകടിയിലേക്ക് കൊണ്ടുവിടൂ. അതും ഒരു സത്കാരമാണ്. അയാൾ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു, ഓരോ വിരുന്നും അർത്ഥവത്താക്കുന്നത് എന്തു കൊടുത്തു, എന്തു വിളമ്പി എന്നതിലല്ല, ആർക്ക് വിളമ്പി എന്നതിലാണ്. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലാണ് യഥാർത്ഥ വിരുന്ന്. നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നവന് നിശബ്ദമായി നിൽക്കുന്ന ഇടപെടൽ പോലും വിരുന്നാണ്. തൻ്റെതായ മേച്ചിൽപ്പുറങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നതും നമ്മൾ നൽകുന്ന ഒരുതരം വിരുന്നാണ്. നമുക്കും മറ്റുള്ളവർക്ക് വിരുന്നൊരുക്കാം. പരസ്പരം സൽക്കരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാം. നമ്മുടെ മുന്നിലൂടെ വിശന്ന് പൊരിഞ്ഞു പോകുന്നവരുണ്ട്, വസ്ത്രം മുഷിഞ്ഞു പോകുന്നവരുണ്ട്, വയറൊട്ടിപ്പോകുന്നവരുണ്ട്. നാം കഴിക്കുന്ന സ്ഥലത്ത് നിന്നൊരു ഭക്ഷണം പൊതിയായോ അല്ലാതെയോ വാങ്ങിച്ചു കൊടുത്താൽ അതും ഒരു വിതരണമാണ്. അത് കിട്ടുന്നവർക്ക് ആശ്വാസമാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. കിട്ടുന്നതെല്ലാം ആരും അറിയാതെ നാം സമ്പാദിച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള മനസ്സും ഉണ്ടാകുകയില്ല. നമുക്ക് കൊടുക്കുവാനും പരിശീലിക്കാം. ഒരു പൊതിയെങ്കിൽ ഒരു പൊതി, ഒരു അരിയെങ്കിൽ ഒരരി,
ഒരു ധാന്യപ്പൊടിയെങ്കിൽ ഒരു ധാന്യപ്പൊടി അത് കൊടുക്കുമ്പോഴാണ് അവർക്കൊരു സദ്യയായി തീരുന്നത്. നമുക്ക് ദൈവം ദാനമായി തന്നു, നമുക്ക് ദാനമായി കൊടുക്കുവാൻ ശീലിക്കാം. ദൈവവചനം ഇങ്ങനെ പറയുന്നു, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി കവിഞ്ഞു വീഴും വണ്ണം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ആർക്ക് കൊടുക്കണം എന്നുള്ളതല്ല, മനസ്സറിഞ്ഞ് അർഹതയുള്ളവർക്ക് നന്മ ചെയ്യാം. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നല്ല ശുഭദിനം നേരുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.